ഹലോ കൂട്ടുകാരെ. ആ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മള് മലയാളത്തിലെ കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിന്റെ സെയിം ഹിന്ദിയില് നമ്മളിവിടെ നോർത്തിലൊക്കെ ഉണ്ടാക്കുന്നതാണ് കടിയാണ്. കടി. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു സവാള, ഒരു ഒരു തക്കാളിക്ക, ഇത് ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ അരച്ചതാണെങ്കിലും ഓക്കെ. പിന്നെ 5-6 പച്ചമുളക് നടുവേ കീറിയത്. പിന്നെ തൈര്. ഇതിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് നമുക്ക് ഇച്ചിരി വെള്ളമായിട്ടുള്ളതായിട്ടാണെങ്കിലും ഓക്കെ. എൻ്റെ കയ്യിൽ തൈര് ഇവിടെ ഇച്ചിരി പുളിയായിട്ടുള്ളത് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ മോരും വെള്ളം അവൈലബിൾ ആയിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടി ഉപയോഗിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇച്ചിരി വെള്ളം നീട്ടി കൂട്ടിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് കടലപ്പൊടിയാണ്. കടലപ്പൊടി ഒരു 1-1.5 സ്പൂൺ, ചെറിയ സ്പൂണിന് 1-1.5 സ്പൂൺ ഇടണം. അതും പിന്നെ വേണ്ടത് കടുക്, ജീരകം, ഉലുവ, കായപ്പൊടി. ഇത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില, ഇത് വത്തലമുളക്. അപ്പം ഇത്രയും, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനമാണ് നമുക്കിവിടെ വേണ്ടത്. എണ്ണ വേണം. എണ്ണ ആദ്യം കൂടുതൽ ഒഴിക്കണ്ട. ഈ ഉള്ളി സവാള വഴത്താൻ പറ്റുന്ന അത്ര എണ്ണ മതി. അത് നമ്മൾ എല്ലാവരും ആവശ്യാനുസരണമാണ്. ഞാൻ ഇവിടെ എൻ്റെ ഒരു മീഡിയം സ്പൂണിന് ഞാൻ ഒരു 1-1.5 സ്പൂണ് ഒഴിച്ച് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഇത് കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകെണ്ണ നമ്മളിവിടെ കടുകെണ്ണ, നിങ്ങൾ അവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഞാൻ ഇവിടെ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കടുകെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചില കടുകെണ്ണയ്ക്ക് ഒരു സ്മെല്ലുണ്ട്. അപ്പൊ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ എണ്ണ ഒഴിച്ച് എണ്ണയ്ക്ക് ഇച്ചിരി പുക വരുന്നിടം വരെ നമ്മൾ അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ഞാന് ആദ്യമേ പറയുന്നു, ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പം അതിനു മുന്നേ, ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നതിന് മുന്നേ ഞാനിവിടെ ഈ ജീരകം, ഉലുവ, കായപ്പൊടി ഞാൻ ഈ എണ്ണയിലോട്ട് ഇടുകയാണ്. അപ്പൊ ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മള് അടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടും. ഇത് എന്താ ഇടുന്നെന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി ഞാൻ ഞാൻ നേരത്തെ അരച്ചു വെക്കും. നമ്മൾ തൊലി കളയാതെ അരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 1-1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെളുത്തുള്ളി വെക്കണം. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കമന്റ് ചെയ്യണം. അപ്പം അത് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, ഞാൻ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സവാള ഇടുന്നതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത്. ഞാനിവിടെ ജീരകം, ഉലുവ ഞാൻ ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ വെച്ചാ ഇട്ടത്. അതുപോലെ കായപ്പൊടി ഒരു ശകലം ഇട്ടാൽ മതി. അതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ 1 സ്പൂണാണ് ഇടുന്നത്. ഇത് എൻ്റെ പൊളിക്കാതെ നല്ല കഴുകി വൃത്തിയാക്കി അരച്ചെടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ഇത് ഞാൻ ഇടുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ, കരിയുന്നതിന് മുന്നേ ഞാൻ ഇതിനകത്ത് സവാള ഇടും. ഇത് ചെറിയ ബ്രൗൺ കളർ ആകാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് സവാള ഇടുകയാണ്. സവാള ഇട്ട് ഒത്തിരി അങ്ങ് വഴത്തണ്ട, ചെറുതായിട്ട് വഴത്തിയാൽ മതി. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കളർ ചേഞ്ച് ആവണം, അത്രയും മതി. അപ്പത്തേന് ഞാന് ഇതിന്റെ ക്വാണ്ടിറ്റി പറയാം. ഞാൻ തൈര് ഒരു 250 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/4 കിലോ തൈരാണ്. പിന്നെ ഇത് മോരും വെള്ളം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 1/2 ലിറ്റർ ആണ്.
അപ്പം ഇതാണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എന്തോരം വേണോ അത്രയും ഉണ്ടാക്കണം, അത്രയും മതി. അപ്പം അത് ക്വാണ്ടിറ്റി ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ എന്റെ സവാള ഒരു ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കളറില്ലാതെ ചെറിയൊരു കളറായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഇതാണ് ഈ സ്പൂണിന് നിറച്ച് 2 സ്പൂണാണ് ഞാൻ കടലപ്പൊടി എടുത്തത്. കടലപ്പൊടി ഇടുകയാണ്. ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആക്കണം. അപ്പം അത് അല്ലെങ്കിൽ പച്ച ഒരു ടേസ്റ്റ് വരും. അപ്പൊ ഇത് ചെറുതായിട്ട് ബ്രൗൺ കളർ ആക്കുന്നത്. ഇത് ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടേസ്റ്റും നല്ലതാണ്. ഈ കടി കടി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ഇതിട്ട് നല്ലപോലെ ഒന്ന് വഴത്തും. അപ്പത്തേനും ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ ഈ തൈര് മിക്സിയിൽ അരച്ച് എടുക്കാനായിട്ട് ഒഴിച്ചപ്പം ഞാൻ അതിനകത്ത് ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ഇത് മഞ്ഞ കളറില്. അപ്പൊ ഇതിന് കളറ് മഞ്ഞ കളറിലാണ്. അപ്പം അതനുസരിച്ചാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഞാൻ ഇതിൽ ഉപ്പിടുകയാണ്. എന്റെ ഇത് കടലപ്പൊടി ബ്രൗൺ ആയി കഴിഞ്ഞു. അപ്പം ചെറിയതായിട്ട്, വലുതായിട്ട് കറക്കണ്ട, ചെറുതായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടിട്ട് ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇടുകയാണ്. മഞ്ഞപ്പൊടി ഓൾറെഡി ഞാൻ ഇട്ടിരുന്നതാണല്ലോ, എങ്കിലും ഒരു ശകലം കൂടെ. ഇത് നമ്മൾ മസാല വേറെ ആയിട്ട് ചെയ്യുമ്പോൾ മസാലയിലും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇടണമെന്നാണ്. അപ്പൊ അതനുസരിച്ച് അപ്പൊ അതിന് അരപ്പിന് പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് അതും ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഈ തക്കാളിക്ക് ചെറുതായിട്ട് ഒരു ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ അത് ഇടുകയാണ്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴത്തി കഴിഞ്ഞ്, അപ്പം തക്കാളിക്ക് ഇനിയും ശരിക്കൊന്ന് വഴത്തി കഴിഞ്ഞാണ് നമ്മൾ അടുത്ത ചേരുവകൾ ചേർക്കാൻ പോകുന്നത്. അതുവരെ ഞാൻ അതിപ്പം ഇതൊന്ന് വഴന്ന് വന്നു വരുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ തക്കാളിക്ക് ഇട്ട് കഴിഞ്ഞ് വഴന്നു വരുന്നുണ്ട്. ഇതുവരെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരുന്നത്. ഇപ്പൊ ഞാൻ ഒരു ശകലം കൂട്ടി വെച്ചു, മീഡിയമിൽ ചെയ്തു, മീഡിയം ആക്കി. പിന്നെ ഞാൻ വേറൊരു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ശകലം തൈര് കൂടിയത് വെള്ളം മാറ്റി വെച്ചിരുന്നു. ഇത് ഒരു മയം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ കറി സോഡാ പൊടിയാണ് ഇത്. പിന്നെ 1 കപ്പ് ഇത് കടലപ്പൊടി, ഇതും ഈ മോരും വെള്ളവും, പിന്നെ ഉപ്പ്, ശകലം മഞ്ഞപ്പൊടി, ശകലം മുളക് പൊടി, ഇത്രയും സാധനമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പം ഈ മോരും വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് ആവശ്യാനുസരണം ഉപ്പിടും. ഉപ്പ് എപ്പോഴും ഓർക്കണം, ഉപ്പും മഞ്ഞപ്പൊടി, മുളക് പൊടി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണമാണ് ഇടേണ്ടത്. എന്നാലും ഞാൻ ഇതിന്റെ അളവ് ഒരു ചെറിയ 1/4 സ്പൂണാണ് ഞാൻ ഇടുന്നത് ഇതിനകത്തോട്ട്. അപ്പം അതിട്ടു. പിന്നെ ഒരു ശകലം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ശകലം മഞ്ഞപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ കടലപ്പൊടി ഇടുമ്പം ശ്രദ്ധിക്കണം, കടലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. അപ്പം ഇതും ഇട്ടു. ഞാൻ ഇതിനകത്തോട്ട് കടലപ്പൊടി ഇട്ടു. ഈ കറി സോഡാപ്പൊടി ഉണ്ടല്ലോ, ഇത് ഞാൻ ഒരു 1/2 സ്പൂൺ ഇല്ല, ഇത്രേ ഇടുന്നുള്ളൂ. ഇതും ഇട്ടു. ഇത് ഇട്ട് കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമ്മൾ മുളക് പൊടിയും കൂടെ ഒരു ശകലം ചേർക്കണം. മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മുളക് പൊടി എന്തോരം ചേർക്കേണ്ടതെന്നുണ്ടല്ലോ. അപ്പം ഞാൻ എന്റെ കാശ്മീരി മിർച്ച് പൗഡർ ആയതുകൊണ്ട് ഞാൻ ഇതൊരു 1/2 സ്പൂണായി ചേർക്കുന്നത്. എരിവില്ല ഇതിന്. അപ്പം ഇതിനൊരു കളറ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത്രയും സാധനം ഇട്ട് നല്ലതുപോലെ ഇതിനെ നമ്മൾ അരിച്ചെടുക്കണം. നല്ലതുപോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. കട്ട പിടിക്കാതെ, കട്ടയെല്ലാം മാറ്റിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതും കൂടെ നോക്കണം. ഇത് നല്ലപോലെ വഴന്ന് വന്നോ, ഇതിനകത്ത് തക്കാളി ഇട്ടത് നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് അഥവാ മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും, ഇവിടെ വേറൊരു കാര്യം ഓർക്കണം, പച്ചമുളക് കീറിയത് ഞാൻ അതുപോലെ വെച്ചിരിക്കുകയാണ്, ഇട്ടിട്ടില്ല. അത് അതേപോലെ കിടക്കണമെങ്കിൽ നമുക്ക്
പിന്നീട് ഇടണം. അപ്പൊ ഞാൻ ഈ മോരും വെള്ളം, തൈരല്ല ആദ്യം ചേർക്കുന്ന, മോരും വെള്ളമാണ്. മോരും വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കും. ഇപ്പൊ ചേർത്തില്ല, ചേർക്കും. പക്ഷെ ഇത് തക്കാളിക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട്, അതുപോലെ ഒന്ന് ശരിക്കൊന്ന് വഴത്തട്ടെ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പത്തേനും ഞാനിത് ഈ വട ഉണ്ടാക്കാനുള്ളത് നല്ലതായിട്ട് അടിച്ചെടുക്കണം നമുക്ക്. ഒരേ സൈഡിലോട്ട് മാത്രമേ ഇങ്ങനെ അടിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മള് ഈ അടിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കരുത്. അപ്പൊ ഈ ഒരേ സൈഡിലോട്ട് മാത്രമേ അടിക്കാവുള്ളൂ. ഇങ്ങനെ നല്ലപോലെ ഇത് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയ വട ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനെ നല്ലതുപോലായി കട്ടയെല്ലാം മാറി കിട്ടി കഴിയുമ്പോൾ നമുക്കിത് വട ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് ഇടാൻ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ എന്റെ തക്കാളിക്കും കൂടി ഇട്ട് വഴന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് മോരുവെള്ളം ചേർക്കുകയാണ്. മോരുവെള്ളം ചേർത്തു ഞാൻ കുറച്ച് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഇത് നല്ലതുപോലെ നമ്മൾ കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ തന്നെ ഇത് കട്ടയെല്ലാം മാറി ഇതിന്റെ മസാലയെല്ലാം ശരിക്കായി കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത തൈര് ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ മാറ്റുകയേ ചെയ്യരുത്, ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ ഇച്ചിരൂടെ ഗ്യാസ് അങ്ങ് കൂട്ടി വെക്കുകയാണ്. അപ്പം ഇതൊന്ന് ശരിക്കും ഒന്ന് ഇതാകാൻ കണ്ടോ, ഇതെന്റെ മസാലയെല്ലാം നല്ലപോലെ ഇതായി കഴിഞ്ഞു, ഇതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് തൈരും കൂടെ അങ്ങ് ചേർക്കുകയാണ്. ഞാനപ്പം ഇതിനകത്തോട്ട് ഈ തൈരും കൂടെ അങ്ങ് ചേർക്കുകയാണ്. തൈര് മുഴുവൻ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇനി എന്റെ കൈ ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല എനിക്ക്. ഇത് ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറെ നേരം തിളയ്ക്കുന്നിടം വരെ നമ്മൾ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇവിടെ 10-15 മിനിറ്റോളം ഞാനിത് തിളയ്ക്കുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. നല്ലപോലെ തിളച്ചിത് ഇതുണ്ട്, എണ്ണയെല്ലാം മേളി വന്നു. കാരണം ഇത് ഞാൻ ഈ കടലപ്പൊടി ഇട്ട് മസാലയുടെ കൂടെ തന്നെ ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയത് കാരണം കൊണ്ട് അധികം വേവിക്കണ്ട, അല്ലെങ്കിൽ ഇത് നല്ലപോലെ കുറെ സമയം കൂടെ പിടിക്കുമായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് എന്റെ ഇത് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇവിടെ ഗ്യാസ് നിർത്തി വെക്കുകയാണ്. അടുത്ത നമുക്ക് പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിത് ഗ്യാസ് നിർത്തി വെക്കുകയാണ്. ഒരു 2 സെക്കൻഡും കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിത് ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇവിടെ ഞാൻ എന്റെ മിനി പാനാണ് ഇത്, കടുകൊക്കെ പൊട്ടിക്കുന്നത്. ഇതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചു. ഞാനിവിടെ ഇത് ഇടുകയാണ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വട ഇച്ചിരി സോഫ്റ്റ് നല്ലപോലെ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ശക്കലം വെള്ളം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി അത് നമ്മൾ തിരിച്ചിടും. ഇട്ടിട്ട് ഇങ്ങനെ ഇത് നോക്കുമ്പോൾ അറിയാം. അപ്പൊ നമ്മളിത് ഇതായി കഴിഞ്ഞു, നല്ല സോഫ്റ്റ് വടയായിട്ട് വരും ഇത് നമ്മൾ ഇതിനകത്തോട്ട് വെക്കും. അപ്പൊ ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റണം. നമ്മൾ ഇതിനകത്തുനിന്ന് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റി അപ്പം അടുത്ത വട നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ നമ്മുടെ വട ഇവിടെ പക്കോടയെന്നാ പറയുന്നത്. ഇവിടെ നമ്മളുടെ വട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു വട, അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വട. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ മോള് ഇവിടെ ഇരുന്ന് കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അമ്മ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു, സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കടുക് പൊടിക്കാൻ വേണ്ടി ഇതിനകത്ത് എണ്ണ ഇച്ചിരി ഉണ്ടായിരുന്നു. ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയേ. അപ്പൊ കടുക് പൊട്ടിക്കാൻ മാത്രമുള്ള എണ്ണ മതിയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ പറയാതിരുന്ന ഒരു സാധനം കൂടെ ഉണ്ട്. ഞാൻ ഇച്ചിരി ഇത് കുറച്ച് മതി, എന്നാ പറഞ്ഞ കുരുമുളക് പൊടിക്കാത്തത്, പിന്നെ ഗ്രാമ്പൂ, പിന്നെ സിന്നമൻ ഇത്, പിന്നെ കറുവപ്പട്ട. ഇത് ഞാൻ കടുകിനകത്ത് പൊട്ടിക്കുന്നതിനകത്ത് ഇടുന്നില്ല. ഇത് മാത്രം ഞാൻ ഈ നമ്മള് തിളപ്പിച്ചു നല്ല വെച്ചിരിക്കുന്ന നമ്മുടെ ഇതില്ലേ തൈര് എല്ലാം കൂടെ ചേർത്ത് വെച്ചിരുന്നതിനകത്തോട്ട് ഞാൻ അതങ്ങ് ചേർത്തിട്ടുണ്ട്. ഞാൻ അത് ചേർത്തു. അത് നീ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ കടുക് പൊട്ടിക്കുന്നതിനകത്തോട്ട് ഞാൻ ആദ്യം ഇത് ഇടുകയാണ്.
ഇത് ഇട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഗ്യാസ് നിർത്തി വെക്കുകയാണ്. എണ്ണ നല്ലപോലെ ചൂടാണ്, അതുകൊണ്ട് കടുക് ഇടുകയാണ് ഞാൻ. കടുകും കൂട്ടത്തിൽ തന്നെ പൊട്ടി, എണ്ണ ചൂടുള്ളത് കൊണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തിൽ മുളക് ഇടുകയാണ്. മുളകും ഇട്ടിട്ട് ഞാൻ ഇനി കരിയാപ്പിലയും കൂടെ ഇടുകയാണ്. അപ്പൊ നമ്മളുടെ ഒരു സാധനം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാമോ എന്താണെന്ന്? എന്നോടൊന്ന് കമന്റ് ചെയ്ത് പറയാം. ഞാൻ ലാസ്റ്റിൽ ഇടും, പക്ഷേ എന്താണെന്ന് ഊഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പൊ നമ്മൾ ഈ ആദ്യം തന്നെ വട നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. അപ്പം വേണ്ടേ, നമ്മൾ ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇതിനകത്തോട്ട് വട ചേർക്കുകയാണ്. ഇതിനകത്തോട്ട് ഇതിങ്ങനെ വട ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ ഗ്യാസ് ഓൺ ആക്കി ഇതൊന്നുകൂടെ. അപ്പൊ ഓൾറെഡി നല്ലപോലെ തിളച്ചതായതുകൊണ്ട് ഇതിനി ഇത് പിരിഞ്ഞു പോകത്തില്ല. വട ഇട്ടു, ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ നമുക്ക്. അപ്പത്തേന് ഞാൻ വേറൊരു സാധനം കൂടെ, കടുക് പൊട്ടിച്ചതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുകയാണ്. എണ്ണയ്ക്കകത്ത് മുളക് പൊടി ഇട്ട് അത് കരിയരുത്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റില് ഇത് ചേർക്കുന്നത്. ഈ മുളക് പൊടി എന്താ ഇടുന്നെന്ന് വെച്ചാല് നമ്മളിത് തിളയ്ക്കുമ്പത്തേന് ഞാനത് പറഞ്ഞു തരാം. മുളക് പൊടി കരിയാതിരിക്കണം, പക്ഷെ എണ്ണയിലൊന്ന് കളർ വരികയും ചെയ്യണം. ഞാനിത് ചെറുതായിട്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കരിയത്തില്ല, എന്താന്ന് ചോദിച്ചാൽ ഗ്യാസ് ഓൺ അല്ല. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് തിളയ്ക്കാൻ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. നമ്മുടെ വട റെഡി ആയിട്ട് ഇട്ടിരിക്കുന്ന കാരണം കൊണ്ട് അത് അധികം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അതിനകത്ത് എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നമ്മള് ഇതിനകത്ത് ലാസ്റ്റില് ഞാൻ മാറ്റി വെച്ചിരുന്ന എന്താണെങ്കിൽ കടുകും കൂടെ ചേർത്തിട്ട് പുറത്തുകൂടെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ മുളക്, പച്ചമുളക്. അത് നമ്മളുടെ കീറിയത് മേലെ വെച്ചു കൊടുക്കും. അപ്പൊ നമ്മളുടെ കറി ഇവിടെ റെഡിയാവും. അപ്പം കറി ഇതുവരെ കണ്ടതില് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഇത് തിളച്ചു വരുന്നുണ്ട്. അപ്പം തിളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഗ്യാസ് ഇവിടെ ഫുള്ളായിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ചൂടായി വരുന്നുണ്ട്, ആവി വരുന്നുണ്ട് നല്ലതുപോലെ. അപ്പൊ ഞാനിത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിരിഞ്ഞൊന്നും പോത്തില്ല. അപ്പം എങ്ങനെയുണ്ട്? കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ കറി? കൂട്ടാന് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. നല്ല ടേസ്റ്റാണ് കൂട്ടാൻ. ഇത് കണ്ട എണ്ണയെല്ലാം ഇത് പൊങ്ങി വരുന്നുണ്ട്. എണ്ണ അധികം വേണമെന്നൊന്നുമില്ല, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എണ്ണ ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് തക്കാളിക്ക് ചേർത്ത സ്ഥാനത്ത് നമുക്ക് പച്ച മാങ്ങ കുറച്ച് പുളി ഒത്തിരി കൂടാത്ത രീതിയിൽ വേണമെങ്കിൽ കീറി ഇടാമായിരുന്നു വഴത്തുമ്പോൾ. അതും കൂടെ ചേർത്തിട്ടും നമുക്ക് ചേർക്കായിരുന്നു. വഴത്തുമ്പോഴോ അല്ലെങ്കിൽ തിളപ്പിക്കുമ്പോഴോ ഇട്ട് നല്ലതായിട്ട് അത് വേകുന്നിടം വരെ ചെയ്യാം. ഞാൻ ഇതിങ്ങനെയാണ് വെക്കുന്നത്. ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാവരും കഴിക്കുന്ന പോലെ ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ഉത്തമമായ ഒരു കറിയാണ് ഇത്. പിന്നെ ചപ്പാത്തി കഴിക്കണോ? ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. ഇതൊരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ തണുത്ത് വരുമ്പോഴത്തേനൊന്ന് കൊഴുത്തു വരും. നമ്മുടെ എന്തുവാ പറയുന്നേ, എന്തുവാ കാളനും വേറെന്തോ പേരും കൂടെ പറയുന്നുണ്ടല്ലോ, എനിക്കത് ഓർമ്മയില്ല. എനിക്ക് മലയാളം പറയാനായിട്ട് ചില വാക്കുകളൊന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ എന്റെ കുക്കർ ഇത് കരിഞ്ഞ കുക്കറല്ല, എന്റെ കറുത്ത കുക്കറാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രസ്റ്റീജിന്റെ കുക്കർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഞാനിത് കറുത്ത കുക്കർ മേടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ അപ്പം നമ്മളുടെ ഇത് നല്ലപോലെ ആവി വന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നല്ലപോലെ തിളച്ചത് ഞാൻ കാണിച്ചു തരാം. വേണ്ട, ഇത് നല്ലതായിട്ട് തിളച്ചു വരുന്നുണ്ട്, കണ്ടോ? നല്ലതുപോലെ തിളച്ചു വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഗ്യാസ് തിളച്ചല്ലോ. അപ്പൊ ഇനി ഇത് അധികം വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഗ്യാസ് നിർത്തി വെച്ച് കഴിഞ്ഞ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതില്
കടുക് പൊട്ടിച്ചത് അങ്ങോട്ട് ചേർക്കാം. കടുക് പൊട്ടിച്ചത് ഞാൻ ഇട്ട് കഴിഞ്ഞു. അപ്പൊ എന്തേണ്ടേ, ഇതിന്റെ കളർ കണ്ടോ? ഇപ്പൊ കളർ എങ്ങനെയാ വന്നെന്ന് കണ്ടോ? മുളക് പൊടി പുറത്തൂടെ ഇട്ട് കടുക് പൊട്ടിച്ചതിന്റെ കൂടെ ഇട്ട് ഇങ്ങനെ ഇടുമ്പം നീ കാണാൻ എങ്ങനെ ഉണ്ടെന്ന് പറ. അപ്പൊ ഞാന് ലാസ്റ്റില് ഞാൻ നിങ്ങളോട് ചോദിച്ച കാര്യം പറയാം. പച്ചമുളക് ഇതേണ്ട, ഇത് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. പച്ചമുളക് ഇതേണ്ട, പച്ചമുളക് കൂട്ടാൻ ഇഷ്ടമുള്ളവർക്ക് കൂട്ടാം, വേണ്ടാത്തവർക്ക് മാറ്റി വെക്കാം. അപ്പൊ ഞാനിവിടെ വേണ്ട ഇതാണ്. അപ്പൊ ഞാൻ കറി ഇവിടെ എന്റെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്റെ കറി പോലെ വെച്ച് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എന്റെ വീഡിയോ അടുത്ത 2 ദിവസം കൊണ്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും ഉറപ്പായിട്ടും. അതുവരെ എന്റെ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് മറക്കല്ലേ, അതും കാണാന്. പിന്നെ അപ്പം നമ്മളുടെ ഈ കറി വെച്ച് നോക്കണം. തേങ്ങ ഇല്ലാത്ത കറിയാണിത്. തേങ്ങ ഉള്ള കറികളും ഞാൻ വെക്കും, പക്ഷെ ഇത് തേങ്ങയില്ലാത്ത കറികൾ എങ്ങനെ വെക്കുന്നതെന്ന് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കല്ലേ ആദ്യം അറിയേണ്ടത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. Thanks for watching.